ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ് എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ അടിമൂടി മാറ്റാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇത് കേൾക്കുമ്പോൾ എന്താണിത് എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ സാധാരണ ചിന്തകൾക്കപ്പുറം നമ്മുടെ മനസ്സിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുന്ന ഒരു വിദ്യ മാത്രമാണിത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ചിന്തകളെ ഒരു പുഴയായിട്ട് സങ്കല്പിക്കുക. ഈ പുഴയാണ് നിങ്ങളുടെ ജീവിതം, അല്ലെങ്കിൽ നിങ്ങളുടെ റിയാലിറ്റി. നിങ്ങളുടെ മനസ്സിനകത്തുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഭയങ്ങൾ, ഇതെല്ലാം ഈ പുഴയിലെ ഓരോ തരംഗങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ആ പുഴയുടെ തീരത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. പുഴയിലെ വെള്ളം നിങ്ങളുടെ ബോധമനസ്സിനനുസരിച്ച് ശാന്തമാവുകയും ചിലപ്പോൾ വേഗത്തിൽ കുതിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കുമ്പോൾ പുഴ ശാന്തമായിട്ട് ഒഴുകുന്നു. നേരെ മറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളോ പേടിയോ വരുമ്പോൾ പുഴയിലെ ഒഴുക്ക് വളരെ ശക്തമാവുന്നു. ചിലപ്പോൾ അത് കലങ്ങി മറിയുന്നു. പക്ഷേ ഈ തീരത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു: ഈ പുഴയുടെ ഗതി മാറ്റാനുള്ള ശക്തി നിങ്ങൾക്ക് മാത്രമാണുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കൈകൾ ആ പുഴയിലേക്ക് ഇറക്കുന്നു. പുഴയുടെ തണുത്ത ഒഴുക്ക് നിങ്ങളുടെ ചിന്തകളുടെ എനർജിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നിങ്ങളുടെ കൈയുടെ ഒരു ചെറിയ ചലനം പോലും പുഴയിലെ ഒഴുക്കിനെ മാറ്റുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വരുന്ന ഒരു ചെറിയ മാറ്റം പോലും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഇത് കാണിച്ചു തരുന്നു. ഈ മാറ്റങ്ങൾ വലിയ ഓളങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നു. ഇനി നിങ്ങൾ വെറുതെ ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കാതെ ആ പുഴയിലേക്ക് ഇറങ്ങുകയാണെന്ന് സങ്കല്പിക്കുക. ഓരോ അടി വെക്കുമ്പോഴും നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറുകയാണ്. നിങ്ങൾ പുഴയുടെ തീരത്ത് നിൽക്കുന്ന അതേ വ്യക്തിയല്ല ഇപ്പോൾ. പുതിയ പോസിബിലിറ്റീസ് ഉള്ളൊരു ലോകത്തേക്ക് നിങ്ങൾ നടന്നു കയറുകയാണ്. നിങ്ങൾ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങും തോറും പുഴയുടെ നിറം മാറുന്നത് കാണാം. ഒരു കാലത്ത് നിങ്ങളുടെ സംശയങ്ങളുടെ പുഴയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ, അതായത് കോൺഫിഡൻസിൻ്റെ പുഴയായിട്ട് മാറുന്നു. നിങ്ങളുടെ ഭയങ്ങൾ ഇപ്പോൾ ധൈര്യമായിട്ട് മാറുന്നു. ഈ പുഴയിൽ നിന്ന് നിങ്ങൾ കരയിലേക്ക് കയറുമ്പോൾ നിങ്ങൾ വേറൊരാളായിട്ട് മാറിയിരിക്കുന്നു. നിങ്ങൾ ആദ്യം പുഴയുടെ തീരത്ത് നിന്ന അതേ വ്യക്തിയല്ല ഇപ്പോൾ. നിങ്ങളുടെ ചിന്തകൾ ഒരു ഒഴുക്കുപോലെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ റീഷേപ്പ് ചെയ്തു, അതായത് പുനർരൂപം നൽകി. അതായത് നിങ്ങൾ മാറ്റത്തിൻ്റെ വെളിച്ചത്തിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്ന ഈ ശക്തിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾക്ക് പുഴയിലെ ഒഴുക്കിനെ പോലെ നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ്? ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നിന്ന് മാറി പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വളരെ ശക്തമായ ഒരു ടെക്നിക്കാണ്. ഇത് വെറും ചിന്തകളെ മാറ്റുന്നതിനപ്പുറം നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരാകണം എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ളൊരു യാത്രയാണ്. നമ്മുടെ ചുറ്റുമുള്ള ലോകം കൂടുതലും എനർജി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ചിന്തകളും നമ്മുടെ ഉള്ളിലെ വികാരങ്ങളും എല്ലാം എനർജിയാണ്. ഈ എനർജിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നത് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് തന്നെയായിട്ട് നമ്മൾ മാറുമെന്ന്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ നമ്മുടെ ജീവിതത്തെയും നമുക്ക് മാറ്റി എഴുതാൻ കഴിയും. ഈ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ് എന്ന ആശയം ഒരുതരം രഹസ്യവിദ്യയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ജീവിതങ്ങളും, എല്ലാ സാധ്യതകളും ഇതിനകം ഈ ലോകത്തിൽ എവിടെയോ നിലവിലുണ്ട്. നമ്മൾ നമ്മുടെ ചിന്തകളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മൾ സ്വയം ട്യൂൺ ചെയ്യുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു വിജയിയായിട്ട് മാറിയാൽ എന്തായിരിക്കുമെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളൊരു പുതിയ വ്യക്തിത്വത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നു, അല്ലേ? നിങ്ങൾ ആ സ്വപ്നങ്ങളെ പിന്തുടരുകയല്ല, മറിച്ച് ആ സ്വപ്നങ്ങളുമായിട്ട് നിങ്ങളെ തന്നെ ചേർത്ത് നിർത്തുകയാണ്. അപ്പോൾ ആ സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തനിയെ വരും. നമ്മളൊരു പുതിയ ഡ്രസ്സ് എടുക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന ജീവിതം നമ്മുടെ ചിന്തകളിലേക്ക് അങ്ങ് സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. ഇനി ഒരു ചെറിയ കഥയിലൂടെ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എൻ്റെ കൂടെ
ഒരു മെൻ്റൽ ജേണിക്ക് തയ്യാറാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങൾ ഒരു വലിയ ലൈബ്രറിയിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ ലൈബ്രറിയുടെ ചുവരുകളിൽ നിറയെ പുസ്തകങ്ങളുണ്ട്. ഓരോ പുസ്തകങ്ങളും നിങ്ങളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും നിങ്ങൾ പറഞ്ഞ കഥകളാണ് കേട്ടോ. ഇത് സങ്കല്പിക്കാനാണേ. നിങ്ങൾ വലിയൊരു ലൈബ്രറിയിൽ എത്തിയിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഭിത്തി നിറയെ പുസ്തകങ്ങളാണ്. ഓരോ പുസ്തകങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള ഓരോ കഥകളാണ്. നിങ്ങൾ ആരാണ്, ഈ ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഓരോ പുസ്തകത്തിലും എഴുതി വച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കാം. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുത്ത എല്ലാ വിശ്വാസങ്ങളും അനുഭവങ്ങളും നിങ്ങളെ പരിമിതപ്പെടുത്തുന്ന എല്ലാ ചിന്തകളും ഈ ലൈബ്രറിയിലെ ഈ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ ലൈബ്രറിയിലൂടെ നടക്കുമ്പോൾ ഒരു ഭാഗം മാത്രം മങ്ങിയിരിക്കുന്നത് കാണാം. അവിടെയുള്ള പുസ്തകങ്ങൾ വളരെ പഴക്കമുള്ളതാണ്. അവയുടെ കവറുകൾ മങ്ങിയതും പേജുകൾ നിറം മങ്ങിയതുമാണ്. അതായത് ഈ ഭാഗത്തുള്ള പുസ്തകങ്ങൾ നല്ല പഴയതും അഴുക്ക് പിടിച്ചതുമാണ്. ഇതിലെല്ലാം നിങ്ങളുടെ പഴയ കഥകളാണ് കേട്ടോ. എനിക്ക് പണക്കാരനാവാൻ കഴിയില്ല, കാരണം എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയില്ല. ഞാനൊരു പാവം മനുഷ്യനാണ്, എന്നെക്കൊണ്ട് അതിനൊന്നും കഴിയില്ല, എനിക്കതിനുള്ള ഭാഗ്യമില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്വയം പറയാൻ തോന്നിയിട്ടുള്ള എല്ലാ എക്സ്ക്യൂസസും എല്ലാ കഥകളും ഈ പഴയ പുസ്തകങ്ങളിലുണ്ട്. അതായത് ഈ പുസ്തകങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ കഥകൾ കേട്ടോ. അതിൽ എനിക്ക് പണക്കാരനാകാൻ കഴിയില്ല, കാരണം എനിക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല എന്നൊരു പുസ്തകം നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നു. നിങ്ങൾ ആ പുസ്തകം തുറക്കുമ്പോൾ ആ വിശ്വാസം ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ച നിങ്ങളുടെ ജീവിതത്തിലെ ചില രംഗങ്ങൾ കാണാൻ പറ്റും. അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ അത് ഉപയോഗിക്കാതെ പോയതും സംശയങ്ങൾ കാരണം ഒരു തീരുമാനമെടുക്കാൻ മടിച്ചതുമൊക്കെ നിങ്ങൾക്ക് അതിലൂടെ കാണാൻ പറ്റും. ഈ നിമിഷത്തിൽ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുന്നു: ഈ കഥകൾ ഒരു സത്യമല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞ കഥകൾ മാത്രമാണ്. ആ കഥ മാറ്റി എഴുതാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. ഒരു തിളക്കമുള്ള പേനയെടുത്ത് നിങ്ങൾ ആ പേജുകൾ മാറ്റി എഴുതാൻ തുടങ്ങുന്നു. എനിക്ക് സമ്പന്നനാകാനുള്ള അവസരങ്ങൾ ഞാൻ സ്വയം ഉണ്ടാക്കുന്നു എന്നും എൻ്റെ ജീവിതം ഞാൻ തന്നെ സൃഷ്ടിക്കുന്നു എന്നും നിങ്ങൾ എഴുതുന്നു. നിങ്ങൾ എഴുതുമ്പോൾ ചുറ്റുമുള്ള ലൈബ്രറിയിൽ മാറ്റങ്ങൾ വരുന്നു. ഇരുണ്ട ലൈബ്രറി പ്രകാശനമാകുന്നു. പുതിയ പുസ്തകങ്ങൾ അലമാരകളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഞാൻ സ്വയം ഉണ്ടാക്കിയ അവസരങ്ങൾ, എന്നിലുള്ളിലെ സമ്പത്ത് എന്നെല്ലാമാണ് ആ പുസ്തകങ്ങളുടെ തലക്കെട്ടുകൾ. അവയെല്ലാം പ്രതീക്ഷയുടെ വെളിച്ചത്തിൽ തിളങ്ങുന്നു. നിങ്ങൾ ഒരു പുസ്തകം തുറക്കുന്നു. അതിൽ സമ്പന്നനാണ് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, അത് സത്യമാകുന്നത് വരെ എന്ന് നിങ്ങൾ എഴുതിയതായിട്ട് കാണുന്നു. നിങ്ങൾ ഈ ലൈബ്രറിയിലൂടെ നടന്ന് നിങ്ങളുടെ കഥകൾ മാറ്റി എഴുതുന്നു. ഓരോ പുസ്തകം മാറ്റി എഴുതുമ്പോഴും നിങ്ങൾ കൂടുതൽ സ്ട്രോങ്ങും എനർജറ്റിക്കുമായിട്ട് മാറുന്നു. സംശയങ്ങളുടെയും ന്യായീകരണങ്ങളുടെയും മൂടുപടങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ഈ ലൈബ്രറി പരിമിതികളുടെ ഒരു സ്ഥലമല്ല, മറിച്ച് അനന്തമായ സാധ്യതകളുടെ ഒരിടമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇപ്പോൾ ഈ ലൈബ്രറിയുടെ നടുവിൽ ഒരു കണ്ണാടി വെച്ചിട്ടുള്ളതായിട്ട് സങ്കല്പിക്കുക. ആ കണ്ണാടി നിങ്ങൾ ആരാണെന്ന് മാത്രമല്ല, ആരാകാൻ നിങ്ങൾക്ക് കഴിയുമെന്നും കാണിച്ചു തരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വഭാവങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ആ കണ്ണാടിയിൽ നോക്കുന്നു. സമ്പത്ത്, ആത്മവിശ്വാസം, അറിവ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ആകാം. നിങ്ങൾ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രതിബിംബം മാറുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത ആത്മവിശ്വാസമുള്ള വിജയിയായ ഒരു വ്യക്തിയാണ് നിങ്ങളതിൽ കാണുന്നത്. ആ വ്യക്തിക്ക് എന്ത് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണം എന്നെല്ലാം അറിയാം, കാരണം അവർ അത് ഇതിനകം ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ കൈനീട്ടി കണ്ണാടിയിൽ തൊടുമ്പോൾ പുഴയിലെ വെള്ളം പോലെ അതിൻ്റെ ഉപരിതലം ഓളങ്ങൾ ഉണ്ടാക്കുന്നു. ആ നിമിഷം നിങ്ങൾക്ക് ഒരു പുതിയ ഊർജം ലഭിക്കുന്നു. ആ നിമിഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുത്ത നിങ്ങളുടെ ഒരു പുതിയ പതിപ്പായിട്ട് മാറുകയാണ്. നിങ്ങൾ കണ്ണാടിയിൽ നിന്ന് പിന്നോട്ട് മാറുമ്പോൾ നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റി ഒരു പുതിയ വസ്ത്രം ധരിക്കുന്ന പോലെ നിങ്ങളിൽ ചേരുന്നു. ഈ പരിശീലനം ഒരു ഭാവനയ്ക്കപ്പുറം നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാവിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു.
അതായത് ആ കണ്ണാടിയിൽ നിന്നും നിങ്ങൾ തിരികെ നടക്കുമ്പോൾ നിങ്ങൾ പുതിയൊരു ഐഡൻറ്റിറ്റി ധരിച്ചിരിക്കുകയാണ്. ഇത് വെറും സങ്കല്പം മാത്രമല്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ സെൽഫിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചറിലേക്ക് അലൈൻ ചെയ്യുന്നൊരു പ്രക്രിയയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ ഈ ലൈബ്രറിയിൽ നിന്നും പുറത്തു കടക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾക്ക് കൂടുതൽ ഉറപ്പുണ്ട്, നിങ്ങളുടെ നോട്ടത്തിന് കൂടുതൽ ഫോക്കസ് ഉണ്ട്. നിങ്ങളിപ്പോൾ പുതിയൊരു ലോകത്തേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ പഴയ കഥകൾ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പഠിക്കുന്നു. പലപ്പോഴും ഈ പഴയ കഥകളാണ് നിങ്ങളുടെ ജീവിതത്തെ തന്നെ നയിക്കുന്നത്, അല്ലേ? എന്നാൽ നിങ്ങൾക്കത് മാറ്റാനുള്ള കഴിവുണ്ട്. പഴയ ലിമിറ്റേഷൻസ് ഒന്നും നിങ്ങളെ തളർത്തേണ്ടതില്ല. ഇത് മാറ്റാൻ നിങ്ങൾ കോൺഷ്യസ്ലി തീരുമാനിച്ചാൽ മാത്രം മതി. ഈ എക്സസൈസ് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് മാറ്റി എഴുതാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് പുതിയൊരു കഥയായിട്ട് മാറ്റി എഴുതുക. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കും. നിങ്ങളുടെ ചിന്തകൾ ഒരു പുഴയിലെ ഓളങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇത് വെറും ഒരു എക്സസൈസായിട്ട് മാത്രം കാണണ്ട, നിങ്ങളെ തന്നെ പുനർനിർമ്മിക്കാനുള്ളൊരു യാത്രയായിട്ട് മാത്രം കണ്ടാൽ മതി. ഈ യാത്രയിൽ നിങ്ങളുടെ ബോധ മനസ്സിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെയും മാറ്റുന്നു. കാരണം നിങ്ങളുടെ ലോകം നിങ്ങളുടെ തന്നെ പ്രതിഫലനമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്